നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 689 689. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 689. കഴിഞ്ഞ എപ്പിസോഡിൽ 186 സർഗം സാലയുദ്ധവും സാലവധവും. അതിലെ അവസാനത്തെ ശ്ലോകം നമ്പർ 38. ആശ്ചര്യവും മോദവും മാർന്ന് ആർത്തുപോയി സമസ്തരും, ദേവന്മാർ പൂക്കൾ പെയ്തും കൊണ്ട് ആരംഭിച്ചു പെരുമ്പറ എന്നാണ് പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ഇനി നമ്മൾക്ക് 187 സർഗം തുടങ്ങണം. ദന്തവക്ത്രവധം. 1 ശ്ലോകം. സാലൻ, ചൈദ്യൻ, പൗണ്ഡ്രകൻ എന്നിവർ മൂവരുമാവിധം കൃഷ്ണന്റെ കയ്യാൽ മരണം പ്രാപിക്കേ മതികെട്ടവൻ. മനസ്സ് മുഷിഞ്ഞവൻ എന്നർത്ഥം പറയും. മതികെട്ടവൻ. സ്വാലൻ മരിച്ചു, ശിശുപാലൻ മരിച്ചു, പൗണ്ഡ്രകൻ മരിച്ചു. മൂവരും ആവിധം കൃഷ്ണന്റെ കയ്യാൽ മരണം പ്രാപിക്കേ മതികെട്ടവൻ. ശോകവും കോപവും പൂണ്ട് ദന്തവക്ത്രൻ ഭയങ്കരൻ, പരലോകം അണഞ്ഞേടാത്തവർക്കു ഗതി കിട്ടുവാൻ. പരലോകം അണഞ്ഞേടാത്തവർക്കു ഗതി കിട്ടുവാൻ ബന്ധുക്കളായാൽ ചെയ്യേണ്ടത് ഇതാണെന്നോർത്തു ദുർഭകൻ. തൻ്റെ 3 ഉറ്റ ചങ്ങാതിമാർക്ക് സ്വർഗം കിട്ടിയില്ലല്ലോ. അതായത് ഭഗവാന്റെ കൈ കൊണ്ട് കൊല്ലില്ലേ വലിച്ചത്. അവരെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണൻ ഭഗവാനല്ല. ഭഗവാൻ കൃഷ്ണൻ എന്ന് അവർ പറയില്ല. അവരുടെ ശത്രു എന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ ശോകവും കോപവും പൂണ്ട് ദന്തഭക്തൻ ഭയങ്കരൻ, പരലോകം അണഞ്ഞേടാത്തവർക്ക് ഗതി കിട്ടുവാൻ. പരലോകം അണഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിൽ ഗതി, തൻ്റെ ചങ്ങാതിമാർക്ക് ഗതി കിട്ടാൻ ബന്ധുക്കളായാൽ ചെയ്യേണ്ടത് ഇതാണെന്നോർത്ത് ദുർഭകൻ. എന്ത്? ശത്രുവിനെ ചോദ്യം ചെയ്യുക. അതാണ് ഗതി കിട്ടാനുള്ള മാർഗം എന്നാണ് അജ്ഞത കൊണ്ട് അന്ധകാരത്തിൽ വീണ ദന്തഭക്തൻ മനസ്സിലാക്കിയത്. പക വീട്ടാൻ പുറപ്പെട്ടാൻ ബുദ്ധി തെല്ലു പിഴയ്ക്കുകിൽ. ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണ് കൃഷ്ണൻ്റെ കൈ കൊണ്ട് മരണം സംഭവിച്ചാൽ മോക്ഷമാണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള വൈദഗ്ധ്യം ദന്തഭക്തറിനുമില്ല. കാരണം ദന്തഭക്തറിനും ശിശുപാലനും ആരാന്നാ പറഞ്ഞത്? ഭഗവാന്റെ ജയവിജയന്മാരെന്നറിയപ്പെടുന്ന കാവൽക്കാരായിരുന്നു. അവർക്ക് അവർ ചെയ്ത തെറ്റെന്താ? ഭഗവാനെ കാണാൻ വന്നവരെ വഴി തടഞ്ഞു. അപ്പോൾ അവർ ശപിച്ചു. ഭഗവാൻ അത് വെച്ചു. ഇതാണ് കഥ. അപ്പോൾ പകവീട്ടാൻ പുറപ്പെട്ടാൻ ബുദ്ധി തെല്ലു പിഴയ്ക്കുകിൽ, താൻ ചെയ്തതാണ് ശരിയെന്നല്ല അതോർക്കില്ലൊരുത്തനും. താൻ ചെയ്യുന്നത് ശരിയാണെന്ന് പറയണത് ആരാ? ബുദ്ധിയില്ലാത്തവരെ. താൻ ചെയ്തതാണ് ശരിയെന്നല്ലാതോർക്കില്ലൊരുത്തനും, ഒറ്റയ്ക്കവൻ കാൽനടയായി തന്നെ വന്നത് കാണുകവേ. തേർത്തട്ടിൽ നിന്നുടൻ ചാടി ഇറങ്ങി മധുസൂദനൻ. ദന്തഭക്തൻ ഭഗവാനോട് പകരം വീട്ടാൻ കാൽനടയായിട്ട് വന്നു. ഇത് കണ്ടപ്പോൾ ഭഗവാൻ ധാർമ്മിക മനസ്സ്, ഒരാൾ തറയിൽ നിൽക്കുമ്പോൾ ഒരാൾ തേരിലിരിക്കുന്നത് ശരിയല്ല, ചാടി ഇറങ്ങി. തേർത്തട്ടിൽ നിന്നുടൻ ചാടി ഇറങ്ങി മധുസൂദനൻ കാരുഷനെ തടുത്താൻ ചെന്ന ആഴിയെ കര പോലവേ. ആഴിയെ കര പോലവേ എന്ന് പറഞ്ഞാൽ സമുദ്രത്തിനെ കര എങ്ങനെ തടുക്കണം, അങ്ങനെ ദന്തഭക്തനെ തടഞ്ഞു.
കനത്ത ഗത പൊങ്ങിച്ചു കാട്ടിയും കൊണ്ടു ദുർമതൻ. അപ്പോൾ താൻ എങ്ങനെയാ ദന്തഭക്തൻ എങ്ങനെയാ ഭഗവാനെ സ്വീകരിച്ചത്? കനത്ത ഗത ഒന്ന് പൊക്കി പിടിച്ചു. ഇവിടെ വാ, അങ്ങോട്ട് വാ, തരാൻ നിനക്ക് സമ്മാനം. കനത്ത ഗത പൊങ്ങിച്ചു കാട്ടിയും കൊണ്ടു ദുർമതൻ ചൊല്ലിനാൻ കോത താമ്രാക്ഷൻ മുകുന്ദനോട് ഉറക്കവേ, മെല്ലല്ല ഉറക്കെ, നിന്നെ മുമ്പാകെ വെക്കണ്ടു കിട്ടിപ്പോയതു ഭാഗ്യമായി, നിന്നെ മുമ്പാകെ കിട്ടിപ്പോയതു ഭാഗ്യമായി, ഞങ്ങൾക്കു മാതുലേയൻ നീ കൃഷ്ണ ഞാൻ ഉര ചെയ്യുകയാം. നീ ആരാ ഞങ്ങൾക്ക് കുടുംബത്തിൽ? മാതുലേയൻ അമ്മാവനാണ്, അമ്മയുടെ ആങ്ങളെ. നിന്നെ മുമ്പാകെ വെക്കണ്ടു കിട്ടിപ്പോയതു ഭാഗ്യമായി, ഞങ്ങൾക്കു മാതുലേയൻ നീ കൃഷ്ണ ഞാൻ ഉര ചെയ്യുകയാം. മിത്രത്തെ ആവിധം ചെയ്തതോ എന്നെ കൊല്ലുവാൻ തുനിഞ്ഞവൻ, മിത്രത്തെ ആവിധം ചെയ്തോനെ, എൻ്റെ മിത്രത്തെ കാലപുരിക്കയച്ച എന്നെ ഞാൻ വെറുതെ വിടുന്നില്ല. മിത്രത്തെ ആവിധം ചെയ്തോനെന്നെ കൊല്ലുവാൻ തുനിഞ്ഞവൻ, ആകയാൽ നിന്നെ ഇനിമേൽ വിടില്ലെന്നത് തീർച്ചയാം. ബന്ധുവെ പോലെ തോന്നിക്കും ശത്രുവെ കൊന്ന്, ഇനി ക്ഷണം ചെയ്തനോടെൻ്റെ കർത്തവ്യം നിറവേറ്റും ശരിക്കു ഞാൻ. ശിശുപാലനോടുള്ള എൻ്റെ ആദരവ് ഞാൻ ശരിക്കും നിറവേറ്റാൻ പോവാണ്. നിന്നെ കാലന്നൂർക്ക് ഞാൻ അയക്കണമെന്നാണ് പറഞ്ഞത്. ആരോടെ? കൃഷ്ണനോട്. എന്നോതി വാസുദേവന്റെ മൂർധാവിൽ കഥ കൊണ്ടുടൻ അടിച്ചു ഗർജനം ചെയ്താൻ വിജയശ്രീ കൊതിച്ചവൻ. വിജയശ്രീ ലാളിതെന്നല്ല, വിജയശ്രീ കൊതിച്ചവൻ. വിജയത്തെ കൊതിച്ചവൻ ഭഗവാന്റെ മണ്ടയിൽ തൻ്റെ ഗത അടിച്ച് എന്നിട്ട് പറഞ്ഞു ഞാൻ ജയിച്ചു എന്ന്. ഭഗവാൻ ഗത മാറ്റിയോ മാറ്റിയില്ലേ, തള്ളി മാറ്റി, അതൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ലേ? ഇപ്പോൾ യുദ്ധത്തിൽ അടികൊണ്ടിടും കൂട്ടാക്കാതെ പൊടുന്നനെ, കൗമുദകിയെടുത്താഞ്ഞൊന്നടിച്ചാൻ മാറിയിൽ അച്യുതൻ. അതാണ് യുദ്ധത്തിൽ അടികൊണ്ടിട്ടും കൂട്ടാക്കാതെ. ശരിയാണ്, തലയ്ക്ക് അടിച്ചു കൊണ്ടുപോകുവാൻ. എന്നിട്ടോ യുദ്ധത്തിൽ അടികൊണ്ടിട്ടും കൂട്ടാക്കാതെ പൊടുന്നനെ പെട്ടെന്ന് കൗമോദകിയെടുത്താഞ്ഞൊന്നടിച്ചാൻ മാറില്ല അച്യുതൻ. ചതഞ്ഞു മാർത്തടം ചോരവമിച്ചും കൊണ്ടു വീണവൻ സർവേശ്വരനെ മുമ്പാകെ കണ്ടും കൊണ്ട് അതിഭാഗ്യവാൻ കാലന്നൂർക്ക് പോയി. ഫ്രീ പാസ്സാണ്. ഭഗവാന്റെ നേരെ വന്നു, ഭഗവാന്റെ തലയ്ക്കൊന്ന് കൊടുത്തു, ഭഗവാൻ അത് കൊണ്ടു. തൻ്റെ കൗമോദി ഗത എടുത്തിട്ട് നാഞ്ഞു വിട്ടു ദന്തഭക്തൻ്റെ മാറത്ത്. മാറ് ചതഞ്ഞു. മാറ് ചതഞ്ഞ എന്താ ഉണ്ടാവുക? പഴുത്ത മാങ്ങ ചവിട്ടി എന്താ ഉണ്ടാവുക? അതേപോലെ കഴിഞ്ഞു പരിപാടി. അപ്പോൾ ചതഞ്ഞു മാർത്തടം ചോര വമിച്ചും കൊണ്ടു വീണവൻ സർവേശ്വരനെ മുമ്പാകെ കണ്ടും കൊണ്ട് അതിഭാഗ്യവാൻ കയ്യും കാലും ഉടൻ നീട്ടിക്കിടന്നാൻ പ്രാണനറ്റുപോയി. വേഗം കയ്യും കാലൊക്കെ മൂപ്പരനെ നീട്ടി. മരണസമയത്ത് അങ്ങനെ ഉണ്ടാവുക. ചൈദ്യൻ മരിച്ചളവിലെന്നതുപോലെ മഹാത്ഭുതം. ശിശുപാലൻ ഭഗവാന്റെ സുദർശന ചക്രത്താൽ ഗളം മുറിക്കപ്പെട്ടപ്പോൾ തൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു തേജസ് ഭഗവാനിൽ പോയി ലയിച്ചു. അതുപോലെ തേജസ് ഒന്ന് അംബുജാക്ഷങ്ങൾ ചേർന്നതായി കണ്ടു സർവരും. അഴലാർന്ന അനുജൻ വീരൻ വീർദൂരൻ അതു ബിരുദനും ആവിധം. അപ്പൊ ദന്തഭക്തന്റെ അനിയൻ ഒരാളുണ്ട്. തേജസ് ഒന്ന് അംബുജാക്ഷങ്ങൾ ചേർന്നതായി കണ്ടു സർവരും. അഴലാർന്ന് അനുജൻ വീരൻ വിദൂരധൻ ആവിധം. എതിർത്താൻ വാളുമാ ചെന്ന് കൈടബാന്ധകനോടുടൻ. കൈടബാന്ധകൻ മധുകൈടവന്മാരുടെ അന്തകനായ ഭഗവാന്റെ അടുത്ത് ഈ വിതുരധൻ ചെന്ന് കൊമ്പ് കോർത്തു.
പൊൻകിരീടമണിഞ്ഞുള്ളൊരവൻ്റെ തലതാമസം വേണ്ടി വന്നില്ല, ചക്രത്താൽ മുറിഞ്ഞൂഴിയിൽ വീഴുവാൻ. വിദൂരഥൻ്റെ തല തൃച്ചക്രം കൊണ്ട് ഭഗവാൻ അരിഞ്ഞു താഴെയിട്ടു. ദേവകിന്നര ഗന്ധർവസിദ്ധ വിദ്യാധരാദികൾ വാട്ടിക്കൊണ്ടു വെൺപൂക്കൾ വാരി വർഷിച്ചു നാഥനിൽ. ദേവന്മാർ ഒരു കൂട്ടക്കാരല്ല, പലതരം ആൾക്കാരുണ്ട്. ആരൊക്കെയാ? ദേവകിന്നര ഗന്ധർവ സിദ്ധ വിദ്യാധരാദികൾ വാട്ടിയും കൊണ്ട് വെൺപൂക്കൾ വാരി വർഷിച്ചു നാഥനിൽ. അപ്സരസ്സുകൾ പൊൻകാഞ്ചി മുറുക്കി ചെയ്തു നൃത്തം. അരക്കെട്ട് അരഞ്ഞാണൊക്കെ ഒന്ന് വരിച്ച് മുറുക്കി അവര് നൃത്തമാടി. ആരുടെ മുമ്പിൽ? അവരുടെ സ്ഥലത്തിരുന്നിട്ട് തന്നെ വർഷിച്ചു നാഥനിൽ. അപ്സരസ്സുകൾ പൊൻകാഞ്ചി മുറുക്കി ചെയ്തു നർത്തനം. അമ്പാർന്ന് അലങ്കരിച്ചേറെ വിലസും രാജധാനിയിൽ ചെന്ന് വൃഷ്ണികളേറെ മിന്നിനാനഖിലേശ്വരൻ. അമ്പാർന്ന് അലങ്കരിച്ചേറെ വിലസും രാജധാനിയിൽ. എവിടെ? ദ്വാരകയിൽ ചെന്നു വൃഷ്ണികളത്തേറെ മിന്നിനാൻ അഖിലേശ്വരൻ. ഭഗവാൻ അവിടെ വിജയശ്രീലാളിതനായിട്ട് എത്തി. സാമാന്യർക്കൊക്കെയും തോറ്റും ജയിച്ചും സച്ചിദാത്മകൻ. സാമാന്യർക്ക് ഒക്കെയും തോറ്റും ജയിച്ചും സച്ചിദാത്മകൻ. ആരാ ഭഗവാൻ എന്നാ പറഞ്ഞത്? സച്ചിത് ആത്മകൻ, അന്തര്യാമി, കൂടസ്ഥൻ, സർവജീവ ഗുഹാശൻ. ഈ പേരുകൾ മറക്കരുത്. നമ്മൾ ഈ പര്യായങ്ങൾ മറക്കരുത്. ഭഗവാൻ എവിടെ ചോദിച്ചാൽ ഗുരുവായൂർ എന്ന് പറയരുത്. ഗുരുവായൂരിലുള്ളത് വിശേഷേണ ഗ്രഹിക്കേണ്ട വിഗ്രഹ. സച്ചിദാനന്ദ സ്വരൂപനായിട്ട് എവിടെ വിളങ്ങണത്? ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയകമലത്തിൽ 3 വട്ടം ഉറപ്പിക്കണം. അപ്പോൾ സാമാന്യർക്കൊക്കെയും തോറ്റും ജയിച്ചും സച്ചിദാത്മകൻ തോന്നിച്ചുകൊണ്ടു ശോഭിച്ചു മഹാകാരുണ്യവാരിധി. ഞങ്ങൾ ഭഗവാനോട് തോറ്റു, ഞങ്ങൾ ഭഗവാനോട് ജയിച്ചു എന്ന് തോന്നിക്കുകയാണ്. സത്യത്തിൽ ഇതൊന്നും നടക്കണില്ല. മനസ്സിലായില്ലേ? മറ്റാർക്കും എന്നെന്നും മധുഷ്യരായ മറ്റാരെയെല്ലാം കൊല ചെയ്ത് ഈ വണ്ണം മാറ്റേറിടും പെൺപുകൾ കൊണ്ടു ലോകമൊട്ടാകെ മിന്നിച്ചു വിളങ്ങി നാഥൻ. 20ാമത്തെ ശ്ലോകം കൊണ്ട് ആ അധ്യായം അവിടെ കഴിഞ്ഞു. മറ്റാർക്കും എന്നെന്നും അദൃശ്യരായ, കാണാൻ പറ്റാത്തവരെന്നർത്ഥം പറയും. ഞാൻ മദൃശ്യരായ എന്ന വായിച്ചത്, തെറ്റി, സോറി. മറ്റാർക്കും എന്നെന്നും അദൃശ്യരായ, കാണാത്ത മറ്റാരെയെല്ലാം കൊല ചെയ്ത് ഈ വണ്ണം മാറ്റിയിടും വെൺപുകൾ കൊണ്ട് ലോകമൊട്ടാറെ മിന്നിച്ചു വിളങ്ങി നാഥൻ. ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനെ ലീലാകാണ്ഡേ 87 സർഗഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. 188 സർഗം. ബലരാമൻ്റെ തീർത്ഥയാത്രയും സൂതൻ്റെ വധവും. ആരാ സൂതൻ? ഒരു സൂതൻ കഥ പറയാണ്, ഭാഗവതം പറയാണ്. ബലരാമസ്വാമിനെ കണ്ട് എണ്ണീട്ട് ആദരിച്ചില്ല. അതൊരു അക്ഷന്തവ്യമായ തെറ്റാണ്. ബ്രഹ്മാസനത്തിൽ ഇരിക്കുന്ന ആളാണെങ്കിലും ശ്രീകൃഷ്ണനെയോ ബലരാമനെയൊക്കെ കണ്ടാൽ നീട്ട് നമസ്കരിക്കണം. അപ്പോൾ ഈ ആചാര്യപീഠം, വേദവ്യാസപീഠത്തിൽ വേദവ്യാസർ കൂടി ഭഗവാനെയാണ് വാഴ്ത്തുന്നത്. ആ ഭഗവാനെ കണ്ടാൽ എണീക്കണ്ടേ? അക്കാലം കുരുപാർത്ഥന്മാർ തമ്മിൽ പോരിനൊരുങ്ങവേ. മഹാഭാരത യുദ്ധത്തിൻ്റെ ഒരു ഭാഗത്ത് 11 അക്ഷൗഹിണിപ്പടയായിട്ട് കൗരവന്മാർ, മറുപക്ഷത്ത് തീർത്തെളിക്കാൻ ഭഗവാനും പാണ്ഡവർ പക്ഷത്ത് 7 അക്ഷൗഹിണിപ്പടയും. അപ്പോൾ ഭഗവാൻ ആർക്കും കൂട്ടു നിൽക്കണ്ട, ബലരാമസ്വാമി ആർക്കും കൂട്ടു നിൽക്കണ്ട എന്ന താല്പര്യത്തിൽ തീർത്ഥാടനത്തിന് ഇറങ്ങിപ്പോയി.
അക്കാലം ഗുരുപാർത്ഥന്മാർ തമ്മിൽ പോരിനൊരുങ്ങവേ രാമൻ തീർത്ഥാടനത്തിനാണെന്നും ചൊല്ലിയിറങ്ങിനാൻ. സ്നാനം ചെയ്താൻ പ്രഭാസത്തിൽ ആദ്യം ചെന്നു മഹാപ്രഭു ദേവർഷി പിതൃമർത്യന്മാരേവർക്കും പ്രീതി നൽകിനാൻ. ഭഗവാന്റെ യാത്രയിൽ കാണുന്നവർക്ക് എന്തൊക്കെയാ? ദേവർഷി പിതൃമർത്യന്മാർ ഏവർക്കും പ്രീതി നൽകിനാൻ. പല മുനികളും ചേർന്നു പരമാനന്ദ സംയുതൻ പൃഥുരാജാവ് 100 അശ്വമേധം ചെയ്തുള്ളതാമിടം. പൃഥുരാജാവ്, പൃഥു സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ ഒരു അവതാരം തന്നെയാണ്. പല മുനികളും ചേർന്ന് പരമാനന്ദ സംയുതൻ പൃഥുരാജാവ് 100 അശ്വമേധം ചെയ്തുള്ളതാമിടം പൃഥൂതകം. അതിൽ പിന്നീട് അറിവെന്തായതേക്ഷണൻ കുനിഞ്ഞു കണ്ണുനീരുറ്റിയിടിന ബിന്ദു സരസിലും. അപ്പോൾ പൃഥൂതകം എന്നുള്ള സരസിൽ പോയി തീർത്ഥാടനം ചെയ്തു. അതിൽ പിന്നീട് അറിവിന്തായതേക്ഷണൻ കുനിഞ്ഞെന്നല്ല കേട്ടോ, കനിഞ്ഞ് കണ്ണുനീരുറ്റിയിടിന ബിന്ദു സരസിലും. ആരുടെ? ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ കണ്ണീര് ഊറ്റിയിടിന ബിന്ദു സരസിലും. സന്ദർഭം പറയൂ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ആദിമ മനുവിനെ അല്ലേ ഭഗവാൻ അങ്ങനെ തൻ്റെ ഭക്തനെ കാണാൻ വന്നപ്പോൾ കണ്ണീര് വാർത്തു. തപസ് ചെയ്യാണ് തന്നെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്. ആ ആനന്ദ കണ്ണീര് ഇറ്റ് വീണ സ്ഥലം നടത്തും. ബിന്ദുസരസ് ബിന്ദുസരസിലും ധൃതകൂപം ബ്രഹ്മതീർത്ഥം ചക്രതീർത്ഥവും അങ്ങനെ കാളിന്തിക്കും ജഹ്നവിക്കും ഗംഗ. വക്കിൽ കാണും മഹാസ്ഥലം. ഈ നദീതടങ്ങളിൽ വക്കിൽ കാണും മഹാസ്ഥലം പലതും ചെന്നുടൻ ദർശിച്ച് അവിടങ്ങളിലൊക്കെയും സ്നാന ദാന ജപ ധ്യാനാദികൾ ചെയ്ത് ആവിധം പ്രഭു. എല്ലാ സ്ഥലത്തും സ്നാനദാന ജപധ്യാനാദികൾ ചെയ്ത ആവിധം പ്രഭു നൈമിഷാടവിയിൽ ചെന്നാൻ ദീർഘസത്രം നടക്കവേ. അവിടെ അതിഗഹനമായിട്ട് ഗംഭീരമായിട്ടൊരു സത്രം നടക്കുകയാണ്. നൈമിഷാടവിയിൽ ചെന്നാൻ ദീർഘസത്രം നടക്കവേ രാമനെ കണ്ട് എഴുന്നേറ്റു ശൗനകാദികളെ വരും. ശ്രോതാക്കളായ ശൗനകാദി മുനികൾ എണീറ്റ് നമസ്കരിച്ചു. സൂതൻ നീട്ടില്ല. രാമനെ കണ്ടെഴുന്നേറ്റു ശൗനകാദികളെ വരും. വിധിപ്രകാരം പൂജിച്ചാർ അത്യന്താദരപൂർവകം. ഒപ്പം വന്ന മുനീന്ദ്രന്മാർ അമ്പാർന്നങ്ങിരിക്കവേ ഇരുന്നു ഭഗവാൻ കണ്ടാൻ പുകഴും രോമഹർഷണൻ. മുനിപുങ്കവരെക്കാളും ഉയർന്ന കുശമെത്തയിൽ ഋഷികൾ ഇരുന്നിരുന്നതിനേക്കാൾ ഉയർന്ന പീഠത്തിൽ അതായത് ദർഭപ്പുല്ലിട്ട ആസനത്തിൽ ഇരുന്ന് കഥ പറയാണ് അദ്ദേഹം. ശ്രീകൃഷ്ണ കഥയാണ്, ഭാഗവതം പറയാണ്. കാലിൽ കാലേറ്റി വെച്ചും കൊണ്ടതേ മട്ടിലിരിപ്പതായി. അവിടെയാണ് തെറ്റുപറ്റിയത്. കാലിൽ കാലേറ്റി വെച്ച്. അപ്പോൾ വ്യാസപീഠത്തിൽ ഇരിക്കുകയാണെങ്കിലും അതിനൊരു ഉചിതം വേണം. വ്യാസപീഠത്തിലാണ് ഇരിക്കണത് എന്നുള്ളൊരു ധാരണ വേണം. അപ്പോൾ കാലിൻ്റെ മുകളിൽ കാലൊക്കെ കയറ്റി ഇരിക്കരുത് എന്നർത്ഥം. ചില ആചാര്യന്മാർ വെച്ച് താങ്ങാറുണ്ട്. അത് ശരിയല്ല. ചമ്രം പറഞ്ഞിരിക്കാം, സുഖാസനത്തിലിരിക്കാം. ഇനിയിപ്പോൾ കാല് മടക്കാൻ വയ്യാത്തവരാണ് നിങ്ങൾ കസാലയിൽ ഇരുന്നോളൂ. പക്ഷെ കാലിൻ്റെ മേലെ കാല് കയറ്റിയിരിക്കരുത്. അത് വീട്ടിൽ അല്ലെങ്കിൽ എന്താ ഇത് ഇങ്ങനൊരു കഥ ഇവിടെ വന്നത്? കലികാലത്ത് ആരെങ്കിലും അങ്ങനെ ബുദ്ധിമോശം ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ അവസാനം സുസ്ഥിർഹമായ രീതിയിലാവില്ല എന്ന് നമ്മളെ പഠിപ്പിക്കുന്നു ഈ ഒരു കഥ. അത് പഠിക്കാണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് ബലരാമസ്വാമിയുടെ കുറ്റമല്ല, നമ്മുടെ അജ്ഞത കൊണ്ടാണ്, നമ്മുടെ അല്പത്തരം കൊണ്ടാണ്. അവനവൻ ഇരിക്കേണ്ട രീതിയിൽ ഇരുന്നില്ലെങ്കിൽ അവിടെ നായ കയറിയിരിക്കുന്നൊരു പ്രസ്താവന മറക്കരുത് നമ്മൾ. കാലിൽ കാലേറ്റി വെച്ചും കൊണ്ട് അതേ മട്ടിലിരുപ്പതായി ഓർത്താൻ ഉൾപ്പൂവിൽ ഈ വണ്ണം അദ്ദേഹം പ്രവചിക്കവേ. സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
എത്രയോ മഹിതാത്മാക്കൾ ചെയ്വതായി കണ്ടും ഇന്നിവൻ താനെന്നെഴുന്നേൽക്കുകയോ തലയൊന്നു കുനിക്കയോ. അത് മതി, ഇരിക്കുന്ന ഇരിപ്പിൽ നിന്നൊന്ന് അഞ്ജലി ബന്ധം ചെയ്താൽ മതി. അല്ലെങ്കിൽ ഒന്ന് തല കുനിക്കുക, ഒന്ന് തൊഴുക. അതൊന്നും ചെയ്തില്ല എന്നാണ്. അത്രയും വേണ്ട കണ്ടെന്നു നടിച്ചിടുക പോലുമോ. എന്നാ ഇതൊന്നും ചെയ്യണ്ട, കണ്ടു നടിച്ചുകൂടെ. അത്രയും വേണ്ട കണ്ടെന്നു നടിച്ചിടുക പോലുമോ ചെയ്തില്ല, ഉള്ളിൽ അഹങ്കാരം എത്രയും തെങ്ങി നിൽക്കുവോൻ. അപ്പോ ആരാ ഈ ബലരാമസ്വാമി? അനന്തൻ്റെ അവതാര സംഘർഷണമൂർത്തിയാണ്. അദ്ദേഹത്തിനെ കടത്തി വയ്ക്കുന്ന അഹങ്കാരം വേറെ ആർക്കുമില്ല. അപ്പോൾ ഭഗവാൻ കൽപ്പിച്ചു കൊടുത്തിട്ടുള്ള അഹങ്കാരമാണ് സംഘർഷണമൂർത്തി അനന്തന്. ഇത് മനസ്സിലാക്കിയില്ല ആരെ? സൂതൻ. അവിടെയാണ് തെറ്റുപറ്റിയത്. അത്രയും വേണ്ട കണ്ടെന്നു നടിച്ചിടുക പോലുമോ ചെയ്തില്ല, ഉള്ളിൽ അഹങ്കാരം എത്രയും തെങ്ങി നിൽക്കുവോൻ. വാഗ്മിയും പണ്ഡിതനും മാം ഞാൻ, വാഗ്മിയും പണ്ഡിതനും ആം ഞാനെന്ന് ഊറ്റം തികഞ്ഞവൻ സർവേശ്വരൻ്റെ മാഹാത്മ്യം തൻ്റേതായോർത്തു നിൽക്കയാം. അതാണ് സംഘർഷണമൂർത്തി അഹങ്കാരത്തിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. അത് മനസ്സിലാക്കാണ്ട അദ്ദേഹത്തിൻ്റെ അടുത്ത് അഹങ്കാരത്തിനെതിരെ കാണിക്കണത്. അറിഞ്ഞിടാതെയാം ചെയ്തെന്നാലെല്ലാം ക്ഷമിക്കണം, അറിഞ്ഞിടാതെയാം എന്നാൽ എല്ലാം ക്ഷമിക്കണം. അതല്ല വേദവ്യാസൻ്റെ ശിഷ്യനായിട്ടും ഇത്രയും പ്രായമായിട്ടും ഈ വണ്ണം ചെയ്തത് അത്യന്ത ഗർവിനാൽ. വേദവ്യാസരുടെ ശിഷ്യനായതുകൊണ്ടോ വേദവ്യാസ പീഠത്തിൽ ഇരിക്കുന്നത് കൊണ്ടോ അഹങ്കാരം മാറിയിട്ടില്ലെങ്കിൽ മാറ്റാനുള്ള വഴി സാക്ഷാൽ ബലരാമസ്വാമിക്ക് അറിയാം. അവിനീ തന്നെഴും വിദ്യ ഗുണത്തിനല്ല തീർച്ചയാം അവനീ തന്നെഴും വിദ്യാഗുണത്തിൻ നല്ല തീർച്ചയാം നടനെ പോലെ മാറ്റോനെ കാട്ടുവാൻ വേണ്ടി മാത്രമാം അവനീതന്നെഴും. അവനീതൻ വിനീതനല്ലാത്തവൻ എന്നർത്ഥം. വിനീതൻ ഇതിവിടെ എഴുതി വയ്ക്കണത് എന്താ ചുണ്ടോ? ആ വാക്ക് വായിച്ചാൽ കിട്ടില്ല. അവനീതൻ, ഞാൻ തന്നെ കുഴങ്ങി സത്യം പറഞ്ഞ. അവനീതൻ എഴും വിദ്യാഗുണത്തിനല്ല തീർച്ചയാം നടനെ പോലെ മറ്റോനെ കാട്ടുവാൻ വേണ്ടി മാത്രമാം. തെറ്റ് കണ്ടവരെ തിരുത്തുക മഹാത്മാക്കളുടെ ഉദ്യോഗമാണത്. അറിവും വാക്കും ഐശ്വര്യം സ്ഥാനം മാനങ്ങളൊക്കെയും അപാത്രങ്ങളിലായി പോകിൽ ഉടൻ തന്നെ കിളർത്തിടും. അറിവും വാക്കും ഐശ്വര്യം സ്ഥാനമാനങ്ങളൊക്കെയും അപാത്രങ്ങളാൽ പോകിൽ ഉടൻ തന്നെ കിളിർത്തിടും. പാത്രാനുഭൂതി ഇല്ലെങ്കിൽ മോശമാണ്. ഈ വണ്ണം തന്നെ ഇന്ന് അമ്പാർന്ന് ഇരുത്തിയ മനീഷികൾ ഇതൊന്നും അറിയാതോരെന്നുള്ളിൽ ഓർക്കുകയാണിവൻ. ഈ ഋഷിമാർക്ക് ഇതൊക്കെ അറിയാഞ്ഞിട്ടാവോ? അല്ല. ഈ വണ്ണം തന്നെ ഇന്ന് അമ്പാർ നിരുത്തിയ മനീഷികൾ. ഇദ്ദേഹത്തിന് ആചാര്യസ്ഥാനം കൊടുത്തുന്നത് ഋഷി ശൗനകാദികളാണ്. ഇതൊന്നും അറിയാതോരേ എന്നുള്ളിൽ ഓർക്കുകയാണിവൻ. അഹങ്കരിക്കും അല്പനാം അധികാരം ലഭിക്കുകിൽ. അഹങ്കരിക്കും അല്പന്മാർ അധികാരം ലഭിക്കുകിൽ അധപ്പതനം ആ മട്ടിൽ അവന് പതിവിങ്ങനെ. അഹങ്കാരം കാണിച്ചാൽ അത് അല്പത്തരാണ്, അത് അധപ്പതനത്തിന് കാരണമാവണമെന്ന് അറിയണം. ആ അറിവില്ലെങ്കിൽ ഞാൻ ആചാര്യനാണ് എന്നുള്ള തലക്കനുണ്ടായിട്ട് യാതൊരു കാര്യമില്ല. നാലാൾമാനിപ്പളവിൽ ഇന്ന് ഊറ്റം കൊള്ളുകയാണിവൻ. നാലാൾമാനിപ്പളവിൽ 4 ആൾ നമ്മളെ മാനിച്ചു, ഓക്കെ, ലെറ്റ് ഇറ്റ് ബി. പക്ഷെ അത് ശാശ്വതമായിട്ട് നമ്മൾ കണക്കാക്കരുത്.
ഇല്ലാത്ത ഗമ നമ്മൾക്കുണ്ടെന്ന് നമ്മൾ കണക്കാക്കണ്ട. അതാണ് എൻ്റെ ഗുരുനാഥൻ പറഞ്ഞത്, എടാ ചെറുക്ക, നീ വെറുതെ പ്രൊഫഷണലായിട്ട് പോകണ്ട. ആൾക്കാർ തന്നെ തലയിലേറ്റും, സൗകര്യം കിട്ടി അവർ താഴ്ത്തിടുമ്പോൾ നീ ആലോചിക്കാണ്ടിരുന്നാൽ നിൻ്റെ തണ്ടിൽ പൊട്ടും. അപ്പോൾ നീ ആര് കയറ്റിയാലും കയറാൻ നിൽക്കണ്ട, നീ ഇരിക്കുന്നിടത്ത് ഇരുന്നോ. നീ പ്രൊഫഷണലായിട്ട് പോകണ്ട, അമേച്ചറായിട്ടിരുന്നാൽ മതി എന്നാ. അദ്ദേഹത്തിനെ എത്ര പാലാട്ടിയാലും എത്ര അപ്രീഷിയേറ്റ് ചെയ്താലും പോരാ. ഭാഗവത ഭക്തദാസൻ എന്നൊരു പേരും തന്ന് ഇങ്ങനൊരു ഉപദേശം തന്നതിൻ്റെ വൈദഗ്ധ്യം, ഞാൻ ഇതൊക്കെ വായിക്കുമ്പോഴാണ് മനസ്സ് അറിഞ്ഞ് അദ്ദേഹത്തിന് നമസ്കരിക്കണത്. മനസ്സറിഞ്ഞ് അദ്ദേഹത്തിന് നമസ്കരിക്കുകയാണ്. തൻ്റെ ശിഷ്യൻ ഒരിക്കലും അഹങ്കാരത്തിന് ഇടവരാത്ത രീതിയിൽ എന്നും എൻ്റെ വാക്കുകൾ അറിഞ്ഞുകൊണ്ട് വിനയത്തോടുകൂടി പെരുമാറണം എന്ന ദാർശനിക ബുദ്ധി അദ്ദേഹം വേണ്ട സമയത്ത് ഉപയോഗിച്ചു. എന്നിട്ട് ഒന്നുകൂടി പറഞ്ഞു, ഞാൻ നിനക്കൊരു സ്റ്റാറ്റസ് തന്നിട്ടുണ്ട്, ഭാഗവത ഭക്തദാസൻ. അതും വെച്ചിട്ട് നീ ബ്രഹ്മശ്രീ എന്ന് എഴുതരുത് മോനെ. കാരണം ബ്രഹ്മശ്രീ ശുഖബ്രഹ്മ മഹർഷി മാത്രമേ ഉള്ളൂ. എന്താ അങ്ങനെ? അതാണ് സത്യം. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ പല പട്ടങ്ങളും പേരിൻ്റെ ഒപ്പം വയ്ക്കലുണ്ട്. അത് അവർ സ്വയം വയ്ക്കണത്. അവർക്ക് ഗുരുനാഥന്മാരില്ല എന്ന് വിചാരിച്ചാൽ മതി. അതെനിക്ക് അതിലേറെ ഇഷ്ടപ്പെട്ടു. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പം അതാണ് നടക്കണതേ. നാലാൾ മാനിപ്പാൻ അളവിൽ ഊറ്റം കൊള്ളുകയാണിവൻ, ഉൾപ്പൂവിൽ മിന്നും ആത്മാവിൽ അതൊന്ന് അർപ്പിക്കയെന്നിയേ. ഉൾപ്പൂവിൽ മിന്നും ആത്മാവിൽ അതൊന്ന് അർപ്പിക്കയെന്നിയേ. നമ്മളെ നമ്മുടെ ആത്മാവിൽ അർപ്പിക്കാം. ഞാൻ എന്ന അഹങ്കാരത്തിനെ ആത്മാവിൽ അർപ്പിക്കാം. അഗ്രാസനത്തിൽ ഈ വണ്ണം വിലസുന്നവനെപ്പോഴും സൽഗുണങ്ങൾ തികഞ്ഞേറെ വിനീതൻ തന്നെയാകണം. ബ്രഹ്മാസനത്തിൽ ഇരുത്തുന്നവനെ, അല്ലെങ്കിൽ വ്യാസപീഠത്തിൽ ജനപ്രതിനിധികൾ, കമ്മിറ്റിക്കാർ, അമ്പലക്കാർ, ഊരാളന്മാർ ഇരുത്തുമ്പോൾ സൽഗുണങ്ങൾ കനിഞ്ഞേറെ വിനീതൻ തന്നെയാകണം. വിനയം, ക്ഷമ, ചാരിത്രം, സത്യം, ദയ തുടർന്നവയില്ലാത്തവൻ ഉയർന്നിടത്തിരുന്നീടായ ഒരിക്കലും താഴെ തള്ളിയിടുക. അതിന് താഴെ തള്ളിയിട്ടാൽ തണ്ടൽ പൊട്ടും. വിനയം, ക്ഷമ, ചാരിത്രം, സത്യം, ദയ തുടർന്നവയില്ലാത്തവൻ ഉയർന്നിടത്ത് ഇരുന്നീടായ ഒരിക്കലും. വേഷത്തിലും വാക്കിലും അല്ലാതെ അധർമ്മപ്രകാശനം അനുഷ്ഠാനത്തിൽ ഇല്ലെങ്കിൽ അത് ലൗകിക വഞ്ചനം. വേഷത്തിലും വാക്കിലും അല്ലാതെ ധർമ്മപ്രകാശനം അനുഷ്ഠാനത്തിലില്ലെങ്കിൽ, അനുഷ്ഠാനത്തിൽ ധർമ്മം ആചരണം ഇല്ലെങ്കിൽ അത് ലൗകിക വഞ്ചനം, ലോകത്തെ വഞ്ചിക്കുകയാണെന്നാണ്. അപ്പം അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്തെ വഞ്ചിക്കുകയാണ്. പൊസിഷൻ കിട്ടുമ്പോൾ ഗവൺമെൻറ് ആണെങ്കിലും പ്രതിനിധികളാണെങ്കിലും അമാനിത്വം, അദംഭിത്വം, അനഹങ്കാരം ഈ വിധം ഗുണങ്ങൾ നേടാതെ ഈ വണ്ണം പ്രസംഗിപ്പത് അയുക്തമാം. വിനയം ഇല്ലാണ്ട് മറ്റുള്ളവർ വിനയാന്വിതന്മാരാവണമെന്ന് പറഞ്ഞത് അയുക്തമാം, യുക്തമല്ല. അതിൻ്റെ ദോഷം അവനെന്നോർക്കാൻ പാടില്ല. എനിക്കിതിൽ നാഥനൻ തീരെ കൈവിട്ടു ഞാനെന്നു മാത്രമായി. അതിൻ്റെ ദോഷം അവനെന്നോർക്കാൻ പാടില്ല. എനിക്കിതിൽ നാഥനെ തീരെ കൈവിട്ട്, ഈശ്വരനെ കൈവിട്ട് ഞാനെന്നു മാത്രം പറയരുത്. ഈശ്വരനാണ് എല്ലാം എന്ന് പറയും. എന്നിലെ ഈശ്വരനാണ് ഞാൻ. ഓക്കെ, ഈശ്വരൻ ഇല്ല, ഞാനാണ് വലുത് എന്ന് പറയരുത്. അഹങ്കരിച്ചു പൊങ്ങിയിടും വെറും ഞാന്മാരെയൊക്കെയും, അഹങ്കരിച്ച് പൊങ്ങിയിടും വെറും ഞാന്മാരെയൊക്കെയും
അടക്കിയിടുകയാണെന്നും അവതാര പ്രയോജനം. എന്നെപ്പോലെയുള്ളവരുടെ അവതാരം ബലരാമസ്വാമി പറയാം, അടക്കിയിടുകയാണെന്നും അവതാര പ്രയോജനം. വധം പാടില്ല എന്നാലും പുണ്യമാം തീർത്ഥയാത്രയിൽ കുശാഗ്രം കൊണ്ടുടൻ കൊന്നാൻ അയാൾക്ക് അങ്ങനെയാം വിധി. സൂതനെ ഒരു ദർഭപ്പുല്ല് എറിഞ്ഞു കൊന്നു അദ്ദേഹം. അതാണ് വിധി എന്നാ പറഞ്ഞത് അദ്ദേഹത്തിന്. പെട്ടെന്ന് മുനിമാരെല്ലാം മഴൽ പൂണ്ടോതി, ഇങ്ങനെ അധർമ്മം ഈ വിധം ചെയ്തതെന്താണാവോ മഹാപ്രഭു. അങ്ങെന്താ ഇങ്ങനെ പെട്ടെന്ന് ക്രോധിച്ചത്? ഞങ്ങളല്ലേ അദ്ദേഹത്തിന് അഗ്രാസനം കൊടുത്തത്? ബ്രഹ്മാസനം കൊടുത്ത് ഞങ്ങൾ ഇരുത്തിയതു കാരണം എഴുന്നേൽക്കാത്തതാം സത്രം സമാപിപ്പതു നാൾ വരെ ദീർഘായുസ് ഈ ഞങ്ങളേക്ക് പോയതാണ് യദുത്തമാ. ദീർഘായുസ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്. കാരണം ഞങ്ങൾക്ക് കഥ കേൾക്കണം, സത്രം നടത്തി തരണം. ദീർഘായുസ് ഈ ഞങ്ങളേക്ക് പോയതാണ് യദുത്തമ. ബ്രഹ്മഹത്യാസമം പാപം ഇന്നിതോർക്കാതെ ചെയ്തതാം യോഗേശ്വരനു പാപങ്ങൾ ബാധിക്കില്ലെന്നിരിക്കലും പ്രായച്ചിത്തം ചെയ്തിടേണം അവിടുന്ന് ഇതിൽ വല്ലതും. വിധിയോർത്തല്ല വേദങ്ങൾക്കൊക്കെയും പ്രഭുവാം ഭവാൻ. അങ്ങ് വേദങ്ങൾക്ക് ഒക്കെ പ്രഭുവാണ്. എന്നാലും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കാരണം അങ്ങ് തെറ്റ് ചെയ്തതായിട്ട് മനസ്സിലാക്കുന്നു ഞങ്ങൾ. അതുകൊണ്ട് അങ്ങ് ബ്രഹ്മഹത്യാ പാപത്തിൽ നിന്നുള്ള ബാധ ഒഴിവാവാൻ തീർത്ഥാടനം ചെയ്യണമെന്ന് അവർ വിധിച്ചു. വിധിയോർത്തല്ല വേദങ്ങൾക്കൊക്കെയും പ്രഭുവാം ഭവാൻ മഹാന്മാരെ ആചരിക്കായിൽ മടിക്കും മറ്റു സർവരും. അവിടെ നിർത്താം. അവിടെ നിർത്താൻ എനിക്ക് മനസ്സുണ്ടായിട്ടില്ല. സമയത്തിന് ഞാൻ മാനിച്ചു എന്ന് മാത്രം. മനസ്സിലായില്ലേ? ഏവർക്കും ശ്രീ ഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നാളെ കാണാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന.